തെന്നിന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആക്ഷൻ രംഗങ്ങൾക്ക് ഒരു പുതിയ വ്യാകരണവും ശരീരഭാഷയും നൽകിയ നടനാണ് അർജുൻ സർജ. ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകളിൽ ജനലക്ഷങ്ങളെ ആവേശം കൊള്ളിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ആക്ഷൻ കിങ് തന്റെ 63-ാം വയസ്സിലും ബോക്സ് ഓഫീസിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. നവാഗതനായ സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത ബ്ലാസ്റ്റ് എന്ന തമിഴ് ചിത്രം തിയേറ്ററുകളിൽ വലിയ പൊട്ടിത്തെറി തന്നെയാണ് സൃഷ്ടിക്കുന്നതും. 90കളിലെ ആ പഴയ തിയേറ്റർ പൂരപ്പറമ്പുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ കുതിക്കുന്നത്. തമിഴ് സിനിമയിൽ രജനീകാന്ത്, കമലഹാസൻ എന്നിവർക്ക് ശേഷം അടുത്തൊരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മാധ്യമങ്ങൾ പ്രവചിച്ച നടനായിരുന്നു അർജുൻ സർജ. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ഡ്യൂപ്പുകളില്ലാതെ അതിസാഹസികമായ ആക്ഷൻ രംഗങ്ങൾ ചെയ്ത് ഫലിപ്പിക്കുന്ന അർജുന്റെ പ്രഭാവം ചെറുതൊന്നുമായിരുന്നില്ല. 1993 പുറത്തിറങ്ങിയ ശങ്കറിന്റെ ജെന്റിൽമാൻ, 1999 ഇതേ കൂട്ടുകെട്ടിൽ വന്ന മുതൽവൻ എന്നീ ചിത്രങ്ങൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തിയേറ്ററുകളെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചു. ജെൻസി തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ തിയേറ്ററുകൾക്ക് തീയിട്ട പ്രകടനമായിരുന്നു അത്. എന്നാൽ കാലത്തിന്റെ മാറ്റത്തിൽ വിജയ്, അജിത്, വിക്രം, സൂര്യ, കാർത്തി, ധനുഷ് തുടങ്ങിയ യുവതാരങ്ങളുടെ ശക്തമായ കടന്നുവരവോടെ തമിഴകത്തിന്റെ നായക സങ്കല്പങ്ങൾ മാറിമറിഞ്ഞു. അർജുൻ എന്ന നായകന് പതുക്കെ വലിയ കൊമേഴ്സ്യൽ സിനിമകളുടെ മുൻനിരയിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു. എങ്കിലും സിനിമാ ലോകത്ത് നിന്നും അദ്ദേഹം അപ്രതീക്ഷിതരായില്ല. സ്വഭാവ നടനായും ശക്തനായ പ്രതിനായകനായും അദ്ദേഹം തന്നെ തുടർന്നു. 2011 തല അജിത്ത് നായകനായ മങ്കാത്തിലെ പൃഥ്വിരാജ് എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള പോലീസ് ഓഫീസർ, 2018 വിശാലിന്റെ ഇരുമ്പ് തിരൈ എന്നീ ചിത്രത്തിലെ വൈറ്റ് ഡെവിൾ എന്ന ഡിജിറ്റൽ മാഫിയ തലവൻ, ഒടുവിൽ ദളപതി വിജയ്, ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിന്റെ ലിയോയിലെ ഹരോൾഡ് ദാസ് എന്നീ ക്രൂരനായ വില്ലൻ എന്നിവയെല്ലാം അർജുൻ എന്ന നടന്റെ അഭിനയശേഷിയും സ്ക്രീൻ പ്രസൻസും വീണ്ടും തെളിയിക്കുന്നതായിരുന്നു. എന്നാൽ ഈ 63-ാമത്തെ വയസ്സിൽ ഒരു പക്ക സോളോ നായകനായി 30 വർഷം മുമ്പത്തെ അതേ ഫയറോടെ അർജുൻ തിരിച്ചെത്തിയിരിക്കുന്നു എന്നത് ബ്ലാസ്റ്റ് എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. പണ്ടൊക്കെ വർഷങ്ങളോളം പ്രമുഖ സംവിധായകരുടെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി ചോര നീരാക്കിയാൽ മാത്രമേ ഒരു സ്വതന്ത്ര സംവിധായകനാകാൻ അവസരം ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് പ്രതിഭയുണ്ടെങ്കിൽ പ്രായം ഒരു തടസ്സമല്ലെന്ന് ഈ 25-കാരൻ തെളിയിച്ചിരിക്കുന്നു. തമിഴകത്ത് വലിയ തരംഗമായി മാറിയ ലവ് ടുഡേ എന്ന ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പ്രദീപ് രംഗനാഥന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച പരിചയവുമായാണ് സുഭാഷ് സിനിമാ ലോകത്തേക്ക് വരുന്നത്. ചിത്രത്തിന്റെ സംവിധാനം മാത്രമല്ല, തിരക്കഥയും എഴുതിയിരിക്കുന്നത് സുഭാഷ് തന്നെയാണ്. അനാവശ്യമായ പ്രണയരംഗങ്ങളോ കഥയുടെ വേഗത കുറയ്ക്കുന്ന പാട്ടുകളോ വലിപ്പിച്ചു നീട്ടുന്ന കോമഡികളോ ഇല്ലാതെ പ്രേക്ഷകനെ ഒട്ടും ബോറടിപ്പിക്കാതെ നേരിട്ട് കഥയിലേക്ക് കടക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. തമിഴ് സിനിമയിലെ അടുത്ത ശങ്കർ എന്ന് വിശേഷിപ്പിക്കാൻ തക്കവണ്ണമുള്ള ക്രാഫ്റ്റ് ഈ ചെറുപ്പക്കാരൻ തന്റെ ആദ്യ ചിത്രത്തിൽ തന്നെ പ്രകടമാക്കി കഴിഞ്ഞു. ഒരു സാധാരണ കരാട്ടെ മാസ്റ്ററുടെയും അയാളുടെ കൊച്ചു കുടുംബത്തിന്റെയും കഥയാണ് ചിത്രം പറയുന്നത്. തയ്യൽ വേലയുമായി കഴിയുന്ന ഭാര്യ, ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന സഹോദരൻ എന്നിവരടങ്ങുന്നതാണ് ഈ കുടുംബം. എന്നാൽ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അർജുന്റെ കഥാപാത്രം തന്റെ മകളായ നിളയെ ചെറുപ്പം മുതൽക്കേ അയോധന കലയായ കരാട്ടെ പഠിപ്പിച്ച് വളർത്തുന്നു എന്നതാണ്. അന്യായം കണ്ടാൽ പ്രതികരിക്കുന്ന സ്വഭാവക്കാരിയായ നിളയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ചില വില്ലന്മാർ കടന്നു വരുന്നതോടെ ചിത്രത്തിന്റെ കഥാഗതി പൂർണ്ണമായി മാറുകയാണ്. മലയാളികൾക്ക് ഏറെ പരിചിതമായ ദൃശ്യം സിനിമയുടെ ഒരു ഫീൽ തരുന്ന തരത്തിലാണ് ഇതിന്റെ തിരക്കഥ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിവിധ സമാന്തര പ്ലോട്ടുകളെ കൃത്യമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു കുടുംബം തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഭീഷണികളെ എങ്ങനെ നേരിടുന്നുവെന്നും ചിത്രം കാണിച്ചു തരുന്നു. ലളിതമായി പറഞ്ഞാൽ ജോർജ് കുട്ടിയും കുടുംബവും വെറും ബുദ്ധി മാത്രമല്ല, കരാട്ടയും പഠിച്ച് ശത്രുക്കളെ നേരിട്ടാൽ എങ്ങനെയിരിക്കും. അത്തരമൊരു ഫാമിലി ആക്ഷൻ ത്രില്ലറാണ് ബ്ലാസ്റ്റ്. സിനിമയുടെ പേരും പോസ്റ്ററുകളും അർജുൻ സർജ എന്ന വലിയ താരത്തിന്റെ പേരിലാണെങ്കിലും തിയേറ്ററിൽ യഥാർത്ഥത്തിൽ മാസ് കാണിച്ചുകൊണ്ട് സ്കോർ ചെയ്യുന്നത് നടി പ്രീതി മുകുന്ദനാണ്. ഇതുവരെ സിനിമകളിൽ വെറും ക്യൂട്ട് സുന്ദരി വേഷങ്ങളിൽ മാത്രം കണ്ടിരുന്ന പ്രീതിയുടെ വല്ലാത്തൊരു വേഷപ്പകർച്ചയാണ് ബ്ലാസ്റ്റിൽ പ്രേക്ഷകർ കാണുന്നത്. പ്രീതിയുടെ ലുക്കിലെ ആ മരണമാസ ഫീലിംഗ് ഗംഭീരമാണ്. സാധാരണ തമിഴ് കൊമേഴ്ഷ്യൽ സിനിമകളിൽ പുരുഷ സൂപ്പർ താരങ്ങൾക്ക് മാത്രം നൽകാറുള്ള മാസ് ഇന്ററാക്ഷൻ രംഗങ്ങളും വില്ലന്മാരെ അടിച്ചുകൂട്ടി പറത്തുന്ന ഹെവി ആക്ഷൻ സീനുകളും ചിത്രത്തിൽ സംവിധായകൻ നൽകിയിരിക്കുന്നത് പ്രീതിയുടെ നിള എന്ന കഥാപാത്രത്തിനാണ്. ഒരു മാസ് ഹീറോ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ തികച്ചും കൺവിൻസിംഗ് ആയി സ്ക്രീനിൽ ചെയ്യാൻ പ്രീതിക്ക് കഴിഞ്ഞു. ആക്ഷൻ രംഗങ്ങളിൽ പ്രീതി പുലർത്തിയ മെയ്വഴക്കവും ടൈമിങ്ങും പ്രേക്ഷകരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ആക്ഷൻ ഹീറോകളിൽ ഒരാളായ അർജുൻ സർജയ്ക്കൊപ്പമാണ് പ്രീതി അഭിനയിച്ചതും. എന്നാൽ അർജുന്റെ വലിയ പ്രഭാവത്തിന് മുന്നിൽ പ്രീതിയുടെ കഥാപാത്രം എവിടെയും മങ്ങിപ്പോയില്ല. അച്ഛനും മകളും തമ്മിലുള്ള വൈകാരികമായ കെമിസ്ട്രിയും ഒന്നിച്ച് വില്ലന്മാരെ നേരിടുന്ന രംഗങ്ങളിലും അർജുനൊപ്പം തന്നെ സ്ക്രീൻ സ്പേസ് പങ്കിടാൻ പ്രീതിക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ഫിനിക്സ് പ്രഭു മാസ്റ്റർ ഒരുക്കിയ ഫൈറ്റുകൾ, പ്രത്യേകിച്ച് ചിത്രത്തിന്റെ ഇന്റർവൽ ബ്ലോക്കിലെ ഫൈറ്റ് സീൻ തിയേറ്ററുകളിൽ വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. അർജുന്റെ ആക്ഷൻ കിങ് എന്ന സ്വാഗ് പ്രായത്തെ വെല്ലുന്ന ലുക്കിലും സ്റ്റൈലിലും ചിത്രത്തിൽ ഉടനീളം നിലനിർത്തിയിട്ടുമുണ്ട്. മകളെ പോരാടാൻ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛന്റെ വേഷം അദ്ദേഹം മനോഹരമാക്കി.
ഒരു പക്ക മാസ് മസാല ചിത്രം എന്ന നിലയിൽ ബ്ലാസ്റ്റ് വിജയിക്കുമ്പോഴും ഒരു സിനിമാ ആസ്വാദകൻ എന്ന നിലയിൽ ചിത്രത്തിൽ കാണുന്ന ചില ലോജിക് കുറവുകൾ പറയാതെ വയ്യ. തിരക്കഥയിലും ലോജിക്കിലും സംവിധായകൻ സുഭാഷ് കുറെ കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ചില സംഘടനാ രംഗങ്ങൾ അല്പം കത്തിപ്പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു സാധാരണ വീട്ടമ്മയും മകളും ചേർന്ന് ഒരു വലിയ ലോഡ് വില്ലന്മാരെ തല്ലി തോൽപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ഇവിടെ പ്രീതി ആക്ഷൻ രംഗങ്ങൾ വളരെ സ്വാഭാവികമായി ചെയ്യുമ്പോൾ അമ്മയായി വരുന്ന നടി അഭിരാമിക്ക് ആ ഒരു ആക്ഷൻ ഫീൽ കൊണ്ടുവരാൻ കഴിയുന്നുമില്ല. ഇതിൽ നടിയുടെ പിഴവിനേക്കാൾ തിരക്കഥയിലെ ഫാൾട്ടാണ് കാണിക്കാൻ കഴിയുന്നത്. വർഷങ്ങളായി കരാട്ടെ ഫീൽഡിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന പറയത്തക്ക വ്യായാമവും പരിശീലനവും ഒന്നുമില്ലാത്ത ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഇതുപോലെ വില്ലന്മാരെ പറപ്പിക്കാൻ കഴിയില്ല എന്നതും ഉറപ്പാണ്. അർജുന്റെ സഹോദരനായി വരുന്ന വിവേക് പ്രസന്നയുടെ റോളിലും ഇതേ ലോജിക്കില്ലായ്മ പ്രകടമാണ്. എങ്കിലും ആക്ഷൻ അല്ലാത്ത ഇമോഷണൽ രംഗങ്ങളിൽ മലയാളിയായ നടി അഭിരാമി മികച്ച പ്രകടനം നടത്തി. അഭിരാമിയുടെ ഒരു നല്ല തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം. വെള്ളരിക്കപ്പെട്ടണമായാണ് ചിത്രത്തിൽ തമിഴ്നാടിനെ അവതരിപ്പിക്കുന്നത്. വില്ലന്മാർ യാതൊരു ഭയവുമില്ലാതെ ആളുകളെ കൊല്ലുന്നു തള്ളുകയാണ്. ബാഹുബലിയിലെ കാലകേപ്പടയുടെ മോഡലിലുള്ള ടൈപ്പ് കാസ്റ്റിംഗ് വില്ലന്മാരാണ് ഇതിലുമുള്ളത്. കാലം ഇത്രയൊക്കെ മാറിയിട്ടും സിനിമയിലെ ഗുണ്ടകളുടെ ലുക്കിലും പെരുമാറ്റത്തിലും മാത്രം ഒരു മാറ്റവും ഇല്ല എന്നതും നിരാശപ്പെടുത്തുന്നു. ജോൺ കോക്കൻ ഉൾപ്പെടെയുള്ള വില്ലൻ നിരയുടെ പ്രകടനം തികച്ചും ക്ലീശയായി ഒതുങ്ങിപ്പോയി. രണ്ടാം പകുതിയിലെ ലാഗും അമിതമായ ബിജിഎമ്മും നിർണായകമാണ്. ചിത്രത്തിന്റെ രണ്ടാം പകുതിയിൽ തുടർച്ചയായി വരുന്ന ഫൈറ്റുകൾ കാരണം ചിലയിടങ്ങളിൽ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളും കുറച്ചൊക്കെ ബോറടിയും അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ പശ്ചാത്തല സംഗീതവും പലപ്പോഴും പരിധി വിട്ടുപോയി. KGF സിനിമകളുടെ പ്രശസ്തനായ രവി ബസ്രൂർ ആണ് ഈ ചിത്രത്തിന്റെ സംഗീതം. എന്നാൽ ആക്ഷൻ രംഗങ്ങൾക്ക് അദ്ദേഹം നൽകിയ അമിതമായ നിലവിളി ശബ്ദങ്ങളും ഇരമ്പലുകളും ചിലപ്പോഴൊക്കെ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകന് തലവേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ചില ലോജിക് കുറവുകളും രണ്ടാം പകുതിയിലെ അമിതമായ അടിപിടികളും മാറ്റി നിർത്തിയാൽ ചിത്രത്തിന്റെ പൊതുഘടനയെ അതൊന്നും ദോഷകരമായി ബാധിച്ചിട്ടില്ല.